ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജനറൽ ആയിട്ട് ന്യൂമറൽസിനെ എങ്ങനെ നെയിം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അവിടെ നമുക്ക് 10,000 കഴിഞ്ഞ 100,000, മില്യൺ, പിന്നെ മില്യൺ ആവുമ്പോൾ ബില്യൺ, മില്യൺ ബില്യൺ ആവുമ്പോൾ ട്രില്യൺ, അങ്ങനെയുള്ള നെയിമിംഗ് സിസ്റ്റം ആണ് കണ്ടത്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ ന്യൂമറേഷൻ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. നമുക്ക് ലാക്ക്, ക്രോർ എല്ലാം ഉണ്ട്. ഈ ഒരു രീതിയിലല്ലായിരുന്നു ഇന്ത്യൻ നെയിമിംഗ് ഓഫ് നമ്പേഴ്സ്. ഇന്ത്യൻ നെയിമിംഗ് ഓഫ് നമ്പേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. യൂണിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഫസ്റ്റ് പ്ലേസ് യൂണിറ്റ്, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ. ഇത്രയും വരെ നിങ്ങൾ എന്തായാലും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. പവേഴ്സ് പോകുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഡിഫറൻസ് വരുന്നത്? 10,000 കഴിഞ്ഞ് 100,000 എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ലാക്ക് ആണ്. അവിടെ മുതലാണ് മറ്റേ സിസ്റ്റവുമായിട്ട് നമ്മുടെ നമ്പറിംഗ് സിസ്റ്റത്തിന് ഡിഫറൻസ് വരുന്നത്. ലാക്ക് കഴിഞ്ഞ് 10 ലാക്ക്, ക്രോറ്, 10 ക്രോർ വരെയൊക്കെ വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടേംസ് ആയിരിക്കും. ഈ ടേംസ് പഠിക്കേണ്ടതാണ്. 100 കോർ, ഇപ്പൊ 100 കോടി എന്നൊക്കെ സാധാരണ നമ്മളുടെ ഇപ്പൊ ന്യൂസ് ചാനൽസിലാണെങ്കിലൊക്കെ അഴിമതി കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ. 100 കോടി. ശരിക്കും 100 കോടിക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ വേറെ പേരുണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരാത്തത് കാരണം അത് കോമൺ ആയിട്ട് ആരും കേൾക്കാതെ അറിയാതെ അങ്ങനെ പോയതാണ്. ഇപ്പൊ 100 കോടി എന്നുള്ളതിന്റെ ഈക്വലന്റ്, 100 ക്രോഴ്സിന് ഈക്വലന്റ് ആയിട്ട് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ പറയുന്നത് അറബ്സ് എന്നാണ്. പക്ഷെ ഒരു അറബ് എന്ന് ഇപ്പൊ ന്യൂസ് ചാനലിൽ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവോ? സ്വാഭാവികമായും നമ്മളത് കേട്ടിട്ടില്ല അല്ലെ. പക്ഷെ 100 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ക്രോറിന് ശേഷമുള്ള ഈ നെയിമിങ്സ് ഉപയോഗിക്കാതെ കണ്ട് അത് എന്താ പറയാ എക്സ്പയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിനെപ്പറ്റി അറിവില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ഇന്ത്യൻ ന്യൂമറേഷൻ സിസ്റ്റത്തിൽ ഇത്രയും വരെ 10 ചങ്ക്സ് വരെയുള്ള കൗണ്ടിങ് ഉണ്ട്. പണ്ട് മുതലേ ഉണ്ട്. നിങ്ങൾ വേദിക് മാത്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഈ ടേംസ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. സോ 100 ക്രോറിനാണ് അറബ്സ് എന്ന് പറയുന്നത്. Then comes 10 Arabs. 100 Arabs ആയാൽ അതിനെ ഖറബ്സ് എന്ന് പറയും. Then comes 10 ഖറബ്സ്. 100 ഖറബ്സ് ആയാൽ അതിനെ നിൽ എന്ന് പറയും. ശരിക്കും നിൽ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? നിൽ എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നൊരു ഇമേജ് അല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നിൽ എന്ന് പറഞ്ഞാൽ സീറോ, ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ പൊതുവെ നിൽ എന്നുള്ളത് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 100 കറബ്സിനെയാണ് നിൽ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പരിധി വിട്ടങ്ങ് കൂടിയാൽ ഒന്നും ഇല്ലാതാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ വരുന്നു എന്ന് പറയേണ്ടി വരും. എനിവേ 100 ഖറബ്സിനെയാണ് നമ്മൾ നിൽ എന്ന് ഇന്ത്യൻ ന്യൂമറേഷൻ സിസ്റ്റത്തിൽ വിളിക്കുന്നത്. ദെൻ കംസ് 10 നിൽസ്, പാദംസ്, 10 പാദംസ്. 100 പാദംസ് ആവുമ്പോൾ ഷങ്സ്, ദെൻ 10 ഷങ്സ്. ഓക്കെ. അപ്പൊ ഇതില് ഈ നിൽ എന്നുള്ളത് പലപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതായതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ഇസ് നിൽ? നിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എം ടി അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നിൽ എന്ന് പറയുന്നത് 100 ഖറബ്സ് ആണ്. ഈക്വൽ ടു 10 റേസ് ടു എന്ന് എഴുതേണ്ടി വന്നാൽ എങ്ങനെ എഴുതാം? യൂണിറ്റ് എന്ന് പറയുന്നത് 10 റേസ് ടു 0, 10 is 10 raised to 1, 100 is 10 square, 1000 equal to 10 cube, 10,000 10 raised to 4, lakh 10 raised to 5, 10 lakh 10 raised to 6, crore 10 raised to 7, 10 crore 10 raised to 8. Okay. 10 crore is 10 raised to 8. Arabs 10 raised to 9, 10 Arabs 10 raised to 10, Kharabs 10 raised to 11, 10 Kharabs 10 raised to 12, Nil is 10 raised to 13. ഈ 10 raised to 13 എന്തിനോട് ഈക്വലന്റ് ആയിരുന്നു? 13th പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ മില്യൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നിൽ ഇസ് സേ മില്യൺ. ദെൻ 10 nil is 10 raised to 14, padams 10 raised to 15, 10 padams 10 raised to 16, shanks 10 raised to 17, and 10 shanks 10 raised to 18. 10 raised to 18 വരെയുള്ള ന്യൂമറേഷൻ ആണ് ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റത്തിൽ ഉള്ളത്. കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇതിനേക്കാൾ മുകളിലേക്ക് ഉണ്ടാവാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വരെയുള്ളതാണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ന്യൂമറേഷൻ ഇതിൽ ഏത് വേണമെങ്കിലും
ഈക്വൽ ടു ഹൗ മച്ച് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. Then comes Roman numerals. Roman numerals ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള ന്യൂമറൽസ് ആണ് റോമൻ ന്യൂമറൽസ്. പക്ഷെ ഇത്രയും വരെ നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങോട്ടുള്ളത് അത്ര കോമൺ അല്ല. ഓക്കെ, ഐ ഡിനോട്ട് ചെയ്യുന്നത് 1 എന്നുള്ള നമ്പറിനെയാണ്. ഇപ്പൊ 2 ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 2 ഐ അല്ലെ, അങ്ങനെ ഇടും. 3 ഡിനോട്ട് ചെയ്യാൻ 3 ഐ. അങ്ങനെയാണ് നമ്മൾ ആ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. 5 is V is 5. 4 എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 4 1 ഇടുകയല്ല ചെയ്യുന്നത്, പകരം 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ഇടും. 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ഇട്ടാൽ അതിന്റെ അർത്ഥം 5 മൈനസ് 1 എന്നാണ്. അങ്ങനെയാണ് അത് 4 ആകുന്നത്. ഓക്കെ, ഇനി 6 ആവുമ്പോൾ 5 പ്ലസ് 1 അല്ലേ വേണ്ടത്? അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് 6 ആവണമെങ്കിൽ V കഴിഞ്ഞ് ഒരു ഐ ഇടും. 7 ആവണമെങ്കിൽ V കഴിഞ്ഞ് 2 ഐ. 8 ആവുമ്പോൾ V കഴിഞ്ഞ് 3 ഐ. 9ലേക്ക് എത്തുമ്പോഴോ നമ്മൾ 4 1 അല്ല യൂസ് ചെയ്യുന്നത്, 10ന് നൊട്ടേഷൻ ഉണ്ട്. 10 മൈനസ് 1 ആണ് 9 എന്നുള്ളതുകൊണ്ട് എക്സിന്റെ മുമ്പിൽ ഒരു ഐ ഇട്ടാൽ അത് 10 മൈനസ് 1 9 ആവും. ദെൻ എക്സ് ഡിനോട്ട്സ് 10, എക്സ് ഐ 11, അങ്ങനെ പോവും. അങ്ങനെ പിന്നെ വരുന്ന നൊട്ടേഷൻ എൽ ആണ്. 50 എന്നുള്ള നമ്പറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ആണ് എൽ. ദെൻ കംസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 100, D equal to 500, M equal to 1000. ഒരു ആൽഫബറ്റിന് മുകളിൽ ബാർ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വലന്റ് ടു മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 1000. എക്സാമ്പിൾ ആയിട്ട് എൽ ബാർ കൊടുത്തിരിക്കുന്നു. L is equal to 50. So L bar will be equal to 50 into 1000, അതായത് 50,000. ഓക്കെ, ഇപ്പൊ 50,000 എന്നുള്ളതിന് എനിക്ക് എൽ ബാർ എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യാം. ഇത് താഴോട്ടുള്ള നമ്പേഴ്സിനും ഒക്കെ ബാധകമാണ്. എവിടെ ബാർ ഇട്ടാലും അതിന്റെ മീനിങ് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എം ബാർ എന്നാണെങ്കിൽ എന്ത് വരും? എം ഇസ് 1000. ഇപ്പൊ എം ബാർ എന്ന് പറഞ്ഞാൽ 1000 into 1000 വരും, അതായത് 10 raised to 6, which is equal to 10 lakh. 1000 കഴിഞ്ഞാൽ 10,000, lakh 10 lakh. 3 zeros അല്ലേ അഡീഷണൽ വരുന്നത്. സോ എം ബാർ വിൽ ബി ഈക്വൽ ടു 10 lakh. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ നൊട്ടേഷൻ വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. റോമൻ ന്യൂമറൽസ് തരും, അതിന്റെ കറസ്പോണ്ടിങ് ഹിന്ദു അറബിക് ന്യൂമറൽസ് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? 10 ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൽഫബറ്റ്സ് എഴുതി പോകുമ്പോൾ പ്ലസ് ആണ് അതിന്റെ ഇടയിൽ വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതിയാൽ മൈനസും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതിയാൽ പ്ലസുമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് വി എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് ഐ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താ വരുന്നത് ശരിക്ക്? 10 പ്ലസ് 5 പ്ലസ് 1. 10 പ്ലസ് 5 പ്ലസ് 1 is 16. ഓക്കെ, ലെഫ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ മൈനസ് ആണ്. ഇതിപ്പോ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? കണ്ടിന്യൂസ് ആയിട്ടല്ലേ എഴുതുന്നത്. പ്ലേസ് വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്. എക്സിനേക്കാൾ ചെറിയ ഒരെണ്ണം, അതായത് എക്സിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? വിയും ഐയും ഉണ്ട്. അത് എക്സിന്റെ ലെഫ്റ്റിലേക്ക് എഴുതി പോയാൽ അത് മൈനസ് ആണ്, റൈറ്റിലേക്ക് എഴുതി പോയാൽ പ്ലസ് ആണ്. അപ്പൊ പ്ലേസ് വാല്യൂവിനനുസരിച്ചാണ് നമ്മളത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. തേർഡ് വൺ, എക്സ് എൽ. എങ്ങനെയാണ് ഇത് നമുക്ക് 40 കിട്ടുന്നത്? എക്സ് എൽ, അതിന്റെ ആൻസർ 40 ആണ്. കാരണം എൽ എന്നുള്ള നമ്പറിന്റെ പ്ലേസ് വാല്യൂ 50 ആണ്. ഇത് മിസ്കൺസെപ്റ്റ് വരാൻ സാധ്യതയുള്ളത് എക്സ് എൽ എന്ന് കാണുമ്പോൾ 10 പ്ലസ് 50 എന്ന് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് തെറ്റിപ്പോകുന്നത്. 10 എൽ എക്സ് എൽ എന്ന് കാണുമ്പോൾ എക്സിന്റെ വാല്യൂ 10, എല്ലിന്റെ വാല്യൂ 50. അപ്പൊ സ്വാഭാവികമായും നമുക്കത് പ്ലസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. പ്ലേസ് വാല്യൂ കുറഞ്ഞ ആൾക്കാർ ലെഫ്റ്റിലേക്ക് വന്നാൽ അതിന്റെ അർത്ഥം മൈനസ് എന്നാണ്. ഓക്കെ, അപ്പൊ എല്ല് 50 ആണ്, എല്ലിന് മുമ്പാണ് എക്സ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 10, സോ 50 മൈനസ് 10 40, അതാണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത് വൺ, എക്സ് എൽ ഐ ബാർ എൽ ബാർ. അപ്പൊ എൽ ഇസ് 50, എൽ ബാർ എന്ന് പറയുന്നത് 50,000 വന്നു. ഐ ഇസ് 1, അപ്പൊ ഐ ബാർ എന്ന് പറയുന്നത് 1000 വന്നു. ഓക്കെ,
50,000ന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് 1000 വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് മൈനസ് ആണ്. അപ്പൊ 50,000 മൈനസ് 1000 എന്ന് പറയുമ്പോൾ നമുക്ക് 49,000 വന്നു. അതാണ് ഞാൻ ഇവിടെ എഴുതിയത് 49,000. പിന്നെ എന്താ വരുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് നമുക്ക് എൽ വന്നിരിക്കുന്നു. എൽ ഇസ് 50, അപ്പൊ എഗെയിൻ മൈനസ് ആണ്. വീണ്ടും ടുവേർഡ്സ് ലെഫ്റ്റ് നമുക്ക് എക്സ് വന്നിരിക്കുന്നു. അത് വീണ്ടും മൈനസ് ആണ്. അപ്പൊ -50 -10 അത്രയും വരും. അതായത് -60 വരും. 49,000 -60. അപ്പൊ നേരത്തെ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, 6th വൺ, എക്സ് സി 90. കറക്റ്റ് ആൻസർ ആണ് 90. അതെങ്ങനെയാ വരുന്നത്? സി ഇസ് 100. സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് എക്സ് വന്നിട്ടുള്ളത്. എക്സ് 10 ആണ്, 100നേക്കാൾ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മൈനസ് ആണ് വേണ്ടത്. 100 - 10 90. കറക്റ്റ് ആൻസർ ആണ്. 7th വൺ, ഡി 500 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് സി വന്നിരിക്കുന്നു. സി ഇസ് 100. ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് അത് മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ 500 - 100 400 ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, 600. ഇവിടെ എന്താണ്? ഇവിടെ സി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ വരുന്നതിന് പകരം റൈറ്റിൽ വന്നിരിക്കുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് പ്ലസ് ആണ്. സോ 500 + 100 600 ഇസ് ദി റൈറ്റ് ആൻസർ. ഇവിടെ എന്താ നമുക്ക് വരുന്നത്? ഇതില് 2 സീറോയും കൂടി ഉണ്ട് കേട്ടോ. ടൈപ്പോ എറർ പറ്റിയിരിക്കുന്നതാണ്. എം ഇസ് 1000, ദെൻ സി സി 2 സി എന്ന് പറഞ്ഞാൽ 100 + 100 ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് അഡീഷൻ ആണ്. സോ 1000 + 100 + 100 വിച്ച് ഇസ് 1200. സോ MCC is 1200. ഇനി നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്പേഴ്സിന്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ, ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം 1 2 3 4 എക്സെട്ര കൗണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം വന്നു. ദെൻ 0 അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഹോൾ നമ്പേഴ്സ് ആയി. നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇൻറ്റിജേഴ്സ് ആയി. ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റാഷണൽ നമ്പേഴ്സിലേക്ക് വന്നു. റാഷണൽ നമ്പേഴ്സ് കൂടാതെ ഒരു റിയൽ ലൈനിനെ കവർ ചെയ്യാൻ വേണ്ടതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാഷണൽ നമ്പേഴ്സും ഇത് രണ്ടും കൂടി ചേർന്ന് റിയൽ നമ്പേഴ്സും വന്നു. ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇമാജിനറി ഒരു സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത്രയും നമ്മൾ ജനറൽ ആയിട്ട് കണ്ടിരുന്നു. ഇത് കൂടാതെ നമ്പേഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പർ? എ നമ്പർ whose factors are that number and one and that number itself is called a prime number. ഒരു നമ്പറിന്റെ ഒരു നമ്പേഴ്സേ ഞാനിപ്പോ 7 എന്നുള്ള നമ്പർ എടുത്താൽ 7നെ ആകെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 7നെ 1 കൊണ്ടും 7 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ 6നെ എനിക്ക് 2 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് 1ഉം 6ഉം ഉണ്ട്, കൂടാതെ 2ഉം 3ഉം ഉണ്ട്. അപ്പൊ 6 ഒരു പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് നമ്പർ തന്നാലും അതിനെ എനിക്ക് പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്പേഴ്സിനെ വേറെ കൗണ്ടിങ് നമ്പേഴ്സിനെ ഉള്ള വേറെ ക്ലാസിഫിക്കേഷൻ ആണ് ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഈവൺ നമ്പർ എന്ന് പറയും, അല്ല എങ്കിൽ അതിനെ ഓഡ് നമ്പർ എന്ന് പറയും. ഓക്കെ, പിന്നെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കാറ്റഗറി അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ്. 8 9 10 കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ആണ് അല്ലെ? അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ കണ്ടിന്യൂസ്. അതിന് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. സ്റ്റീവ് ഓഫ് ഇറാത്തോസ്തനസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റീവ് ഓഫ് സ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പ. ഓക്കെ, അപ്പൊ നമ്പേഴ്സിനെ അരിച്ചെടുത്തിട്ട് പ്രൈം നമ്പേഴ്സ് മാത്രം ബാക്കി നിൽക്കുന്ന ഒരു അരിപ്പയാണ് സ്റ്റീവ് ഓഫ് ഇറാത്തോസ്തനസ്. അതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ആദ്യം ചെയ്ത് ഇപ്പൊ പണ്ട് കാൽക്കുലേറ്റേഴ്സോ അങ്ങനെയുള്ള സംഭവങ്ങളോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ല. അപ്പൊ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എഴുതി. 1 ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. ഈ 1നെ നമുക്ക് പ്രൈം എന്നോ കോമ്പോസിറ്റ് എന്നോ പറയാൻ പറ്റില്ല. കാരണം പ്രൈം നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്?
ഒരു നമ്പറും വണ്ണും ആ നമ്പറും, അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ്, കൃത്യം രണ്ട് ഫാക്ടേഴ്സ് വരുന്ന നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ വണ്ണിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, ഒരു ഫാക്ടറേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വണ്ണിനെ പ്രൈം നമ്പർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കോമ്പോസിറ്റ് നമ്പറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് എന്നാണ്. അപ്പൊ ആ കാറ്റഗറിയിൽ നമുക്ക് വണ്ണിനെ പെടുത്താൻ പറ്റില്ല. അപ്പൊ വൺ ഒരു സ്പെഷ്യൽ കാൻഡിഡേറ്റ് ആണ്. വണ്ണിനെ നമ്മൾ പ്രൈം എന്നും വിളിക്കുന്നില്ല, കോമ്പോസിറ്റ് എന്നും വിളിക്കുന്നില്ല. പ്രൈമിന് ആവശ്യമായ സ്വഭാവങ്ങൾ ചില സമയത്ത് വണ്ണിന് ഉണ്ടാവും, കോമ്പോസിറ്റിന് വേണ്ട സ്വഭാവങ്ങൾ ചില സമയത്ത് വൺ കാണില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ രണ്ട് കാറ്റഗറിയിലും പെടുത്തുന്നില്ല. 2 മുതലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം എന്നും കോമ്പോസിറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ 2 മുതൽ 100 വരെയുള്ളതെല്ലാം ലൈൻസിൽ എഴുതിയിട്ട് ആദ്യം ചെയ്യുന്നത് 2, അതൊരു സ്റ്റാർട്ടിംഗ് നമ്പർ ആണ് അല്ലെ, 2-ൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ 2 ഇതുവരെ കട്ട് ചെയ്ത് പോയിട്ടില്ല എന്നുള്ള മീനിങ്ങിൽ 2-നെ നമ്മൾ സർക്കിൾ ചെയ്ത് വെക്കുന്നു, വിച്ച് മീൻസ് 2 ഇസ് എ പ്രൈം നമ്പർ. അടുത്തത് ചെയ്യുന്നത് 2-വിന്റെ എല്ലാ മൾട്ടിപ്പിൾസിനെയും ക്യാൻസൽ ചെയ്ത് കളയും, കാരണം 2-ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. എന്നിട്ട് ക്യാൻസൽ ആയി പോകാത്തത് ഏത് നമ്പറാണ് അടുത്തത് എന്ന് നോക്കും. അപ്പൊ 2-ന്റെ അടുത്ത് കിടക്കുന്ന 3 ക്യാൻസൽ ആയി പോയിട്ടില്ല അല്ലെ, അപ്പൊ 3-നെ നമ്മൾ സർക്കിൾ ചെയ്യും, അരിച്ചെടുക്കുവാണ്. 2 ആദ്യം എടുത്തു, 3 ആദ്യം എടുത്തു, ഇനി 3-ന്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും. ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീവ് ഓഫ് ഇറാറ്റോസ്തെനസ് എന്ന് പറയുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. I've had several requests to show the workings of the sieve of Eratosthenes. So here goes. It's an ancient Greek method of finding prime numbers in an array or the hundreds chart. It was created by Eratosthenes, one of those Greek mathematicians from way back. We can use this to identify prime numbers up to 100. The following steps will help us find the prime numbers. Start by crossing out the number 1. Do you know why we cross out the number 1? Any takers? Well, it's because a prime number is any number greater than 1 and only divisible by itself and 1. So 1 cannot be a prime number because it is not greater than 1. Okay, now let's put a circle around the number 2. It is a prime number because it is greater than 1 and is only divisible by itself and 1. 2 is also the only even prime number. Next, we'll cross out all multiples of 2. To find the multiples of 2, simply skip count by 2. For example, 2, 4, 6, 8, 10, and so on. Did you notice any patterns for the multiples of 2? You do realize I can't hear you. They all end in 2, 4, 6, 8, or 0. So if a number ends in 2, 4, 6, 8, or 0, then one of its factors is 2. Next, let's put a circle around 3. It's a prime number because it is greater than 1 and is only divisible by itself and 1. Next, we'll want to cross out all the multiples of 3. To find the multiples of 3, you can skip count by 3. For example, 3, 6, 9, 12, 15, and so on. You'll notice 4 is already crossed out. That's because it's already a multiple of the prime number 2. The next unmarked number is 5. I'll just place a circle around the 5 because it is a prime number. Next, let's skip count by 5s. Do you notice any patterns in the multiples of 5? I sure hope someone got that. They all end in 5 or 0. So if a number ends in 5 or 0, you know one of its factors is 5. 6 is not a prime number. Do you know why? Because 6 has more than 2 factors. Its factors are 1, 6, 2, and 3. All the multiples of 6 are already crossed out, because if a number is a multiple of 6, it already had factors of 2 and 3. Looking at the table, our next unmarked number is 7. It is prime because it is greater than 1 and only has 1 and itself as factors. We'll circle it and then proceed to mark its multiples. Most of 7's multiples are already crossed out because those multiples have more than 2 factors. 8 is not a prime number. Do you know why?
because 8 has more than 2 factors. The factors of 8 are 1, 8, 4, and 2. 8's multiples are already crossed out because if a number is a multiple of 8, it also has a factor of 2. 9 is not a prime number because its factors are 1, 9, and 3. It has more than 2 factors. All of the multiples of 9 have also been crossed out because they have other factors besides 9. For example, 18 is already crossed out because it has factors of 1, 2, 3, 6, 9, and 18. 10 is not a prime number because it has factors of 1, 2, 5, and 10. All the multiples of 2 and 5 have already been crossed out. This also means that all of the multiples of 10 have been crossed out. Now that we found all the multiples of 2 through 10, all we have left that are not circled are prime numbers. Why are they prime numbers? Remember, because they only have factors of 1 in themselves. Our prime numbers between 2 and 100 are 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, and 97. So remember, in order to find a number that is not prime, try to see if it is a multiple of another number. And as always, the sieve of Eratosthenes is your safety net for prime numbers. Uh-oh. I need a... കണ്ടല്ലോ അല്ലെ? ഇതാണ് സീവ് ഓഫ് ഇറാത്തോസ്തെനസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ചില ടെക്നിക്സ് പറഞ്ഞു പോയി. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. 2ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു. 2ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലെ? ഒരു നമ്പർ തന്നാൽ അത് 2ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 2, 4, 6, 8, 0. ഇതിലേതെങ്കിലും ഒന്നാണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഈവൺ നമ്പർ ആണ്. ഇത് നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന ഒരു ഫാക്ട് ആണ്. അടുത്തത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കുക? അതിനെന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? ഒരു നമ്പർ തന്നാൽ ഞാൻ 111 പറയുന്നു, അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ആരെങ്കിലും പറയാമോ? മിസ്, അത് ആഡ് ചെയ്ത് നോക്കുമ്പോ 3 കിട്ടണമെങ്കിൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് ആ ഡിജിറ്റ്സ് ഒക്കെ. അതെ, ഫർസാന പറഞ്ഞത് പകുതി ശരിയാണ്. കുറച്ചുകൂടി അതിൽ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ 111ന്റെ കേസ് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഫർസാന പറഞ്ഞത്. 1 + 1 + 1 ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ 3 ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. 3 ആവണമെന്നില്ല, 3യുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയാലും മതി. ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇപ്പോ 123 എന്നെടുത്താൽ 1 + 2 + 3 = 6. 6 is divisible by 3. അതുകൊണ്ട് 123 will be divisible by 3. അങ്ങനെയാണ് ഡിവിഷൻ ബൈ 3 നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടി വലിയൊരു നമ്പർ പറയുന്നു. സേ 884 എന്ന് പറയുന്നു. അത് ഡിവിസിബിൾ ബൈ 3 ആണോ? 884 എന്ന് പറയുമ്പോൾ 884 ഡിവിസിബിൾ അല്ല. അപ്പൊ 885 എടുക്കാം നമുക്ക്. 885 എന്ന് പറഞ്ഞാൽ 8 + 8 16 + 5 21 എന്നാണ് എത്തിയിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് 21 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം 21 ഡിവിസിബിൾ ബൈ 3 ആണ് അല്ലെ? അത് എളുപ്പമായതുകൊണ്ട് വേണമെങ്കിൽ അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് എത്തുമ്പോൾ കിട്ടുന്നത് വീണ്ടും ചിലപ്പോൾ വലിയൊരു നമ്പർ ആയിരിക്കാം. അതിൽ ഡിജിറ്റ്സ് വീണ്ടും ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് ഒരു സിംഗിൾ ഡിജിറ്റ് എത്തുന്നത് വരെ പ്രൊസീഡ് ചെയ്യുക. സിംഗിൾ ഡിജിറ്റ് എത്തുമ്പോൾ അത് 3ഓ 6ഓ 9ഓ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇപ്പൊ 21 എത്തുമ്പോൾ 2 + 1 3. അതുകൊണ്ട് 885 ഡിവിസിബിൾ ബൈ 3 ആണ്. ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന 21 ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. അങ്ങനെ അവസാനം നമ്മൾ ഒരു ഒറ്റ ഡിജിറ്റിലേക്ക് എത്തും. അത് 3ഓ 6ഓ 9ഓ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ എന്ന് നമുക്ക് ഇൻ ജനറൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാനായിട്ട് അതിൽ താഴെയുള്ള ഏതെങ്കിലും പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ ഒരു നമ്പറിനെ എനിക്ക് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ A = B × C യും ആണെങ്കിൽ
ആ തന്നിരിക്കുന്ന നമ്പറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 എന്ന് പറയുന്നത് 2 into 5 അല്ലേ? അപ്പൊ 100നെ എനിക്ക് 2 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ ഉറപ്പായിട്ട് അതിന് ഒരു പ്രൈം ഫാക്ടറെങ്കിലും ഉണ്ടാവും. അപ്പൊ കോമ്പോസിറ്റ് ആണോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിനെ വേറെ ഏതെങ്കിലും പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. വേറെ കോമ്പോസിറ്റ് നമ്പേഴ്സ് വെച്ച് പറ്റുമോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത് 4 എന്നുള്ളത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പോയി. 4ന്റെ മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 4 ഈക്വൽ ടു 2 into 2 ആണ്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കാൻഡിഡേറ്റ് നമുക്ക് വരുന്നത് ആരാണ്? 5 ആണ്. 5ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യും? അതിന് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? 5ന്റെ മൾട്ടിപ്പിളിന് ആർക്കെങ്കിലും പറയാമോ? യെസ്, രണ്ടുപേരും ഒന്നിച്ച് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0യോ വരികയാണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. അത് 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 5ഓ 0 ആണോ നോക്കാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 6 എന്ന് പറയുന്നത് 2 into 3 ആണ്. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. 7ന് എന്തെങ്കിലും ടെക്നിക് ഉണ്ടോ? 7ന് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ് ഇല്ല. പക്ഷെ ചില സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നോർമൽ ഡിവിഷൻ നോക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആവാം. 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിന്റെ ഓഡ് പൊസിഷനിലുള്ള ഡിജിറ്റ്സ് എടുക്കുക, ഈവൻ പൊസിഷനിലുള്ള ഡിജിറ്റ്സ് എടുക്കുക. ഇതിന്റെ രണ്ടിന്റെ സം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ആ രണ്ട് സമ്മും ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. 121 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓഡ് പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ 2 വണ്ണുകൾ വരുന്നു, ഈവൻ പൊസിഷനിൽ ഒരു 2 അല്ലെ? അപ്പൊ 1 + 1 2, മറ്റേതും 2 തന്നെ. 2 = 2 അഥവാ 2 - 2 = 0 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുള്ളതുകൊണ്ട് 121 11ന്റെ മൾട്ടിപ്പിൾ ആണ്. വേറെ ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഇപ്പൊ 221 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 + 1 3 ആണ്. പക്ഷെ നടുക്ക് കിടക്കുന്ന ഡിജിറ്റ് ഈവൻ പൊസിഷനിൽ ഒരെണ്ണേ ഉള്ളൂ, 2 മാത്രം. അപ്പൊ അതുകൊണ്ട് അത് ഡിവിസിബിൾ അല്ല. അതേസമയം 1 2 2 1 എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഓഡ് പൊസിഷനിൽ ആരൊക്കെ വരുന്നുണ്ട്? ഒരു 1ഉം ഒരു 2ഉം. ഈവൻ പൊസിഷനിൽ ഒരു 2ഉം ഒരു 1ഉം. അപ്പൊ ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സിന്റെ സമ്മും 3 ആണ്, ഈവൻ പൊസിഷനിലുള്ള നമ്പേഴ്സിന്റെ സമ്മും 3 ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഡിവിസിബിൾ ബൈ 11 ആണ്. സോ 1 2 2 1 ഇസ് ഡിവിസിബിൾ ബൈ 11. ഇങ്ങനെ നമുക്ക് ഡിവിഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. 11ന്റെ ഡിവിഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റഡ് ആണ്, അതുകൊണ്ട് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഈ ഡിവിഷൻ ടെക്നിക്സ് 4നൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കോമ്പോസിറ്റ് നമ്പർ ടെസ്റ്റിങ്ങിനല്ലേ. അല്ലാതെ ഒരു സ്ഥലത്ത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യും? വലിയൊരു നമ്പർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ തരുന്ന നമ്പർ 1 2 3 4 5 6 ഇതാണ് എന്റെ നമ്പർ. 1 2 3 4 5 6 ആസ് എ സിംഗിൾ നമ്പർ. ഇത് ഡിവിസിബിൾ ബൈ 4 ആണോ? അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ? പക്ഷെ ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര വലിയ നമ്പർ തന്നാലും അവസാനത്തെ 2 ഡിജിറ്റ്സ് നോക്കുക. അവസാനത്തെ ആ 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ദ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 4. ഓക്കെ, അപ്പൊ ഇവിടെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 56. 56 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പിൽ നിങ്ങൾ 1 2 3 4 5 6 7 8 എന്ത് വേണമെങ്കിൽ അതിന്റെ മുമ്പിൽ ആഡ് ചെയ്തോളൂ. അവസാനത്തെ 2 ഡിജിറ്റ്സ് 5 6 എന്നാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 4. അങ്ങനെയാണ് നമ്മൾ 4ന്റെ ഡിവിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. 6ന്റെയോ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും പറ്റണം അല്ലെ? അപ്പൊ 2ന്റെ ഡിവിഷനും ടെസ്റ്റ് ചെയ്യാം, 3യുടെയും ടെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ ആണോ? ആണെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സമ്മ് 3 വരുന്നു, സം ഓഫ് ഡിജിറ്റ്സ് റെക്കർ ചെയ്ത് പോകുമ്പോൾ 3 6 9 ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 കൊണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണ് നമ്മൾ 6ന്റേത് ഡിസൈഡ് ചെയ്യുന്നത്. 7 സ്പെഷ്യൽ ടെക്നിക് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് 7ന്റെ ടെക്നിക്ക്. 8 എങ്ങനെ ടെസ്റ്റ് ചെയ്യും? 8 എന്ന് പറയുമ്പോൾ 2 into 2 into 2 ആണ് വരുന്നത് അല്ലെ? അപ്പൊ 2 മാത്രമാണ് ഫാക്ടർ. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ 8ന് ടെക്നിക് ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കുക.
അവസാനത്തെ 3 ഡിജിറ്റ് എടുത്തിട്ട് അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പറിൽ 100 ഡിജിറ്റ്സോ 1000 ഡിജിറ്റ്സോ എത്ര ഡിജിറ്റ്സ് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ അടുത്ത 9ന്റെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക? സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് ഒറ്റ ഡിജിറ്റ് കിട്ടുന്നത് വരെ പ്രൊസീഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ 9 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആണ്. ഇൻ ബിറ്റ്വീൻ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. സം ഓഫ് ഡിജിറ്റ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആണ് എന്ന് കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് പറയാം. വലിയ നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് ഒരു ഡിജിറ്റ് എത്തണ വരെ ഡിജിറ്റ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കിട്ടുന്ന ആൻസർ 9 ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 10 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പം അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിന് ഓരോന്നിനും ഓരോ കാരണമുണ്ട്. എന്തുകൊണ്ട്? ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ടൂളാണ്, ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ബട്ട് വൈ ഇറ്റ് ഈസ് സോ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോബ്ലം ആണ്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവരുണ്ടായിരുന്നു 4ന്റെ അല്ലെ, അല്ലെങ്കിൽ 8 ഒന്നും നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്തതാണ്. അപ്പൊ 4ന്റെ ഒരു റീസൺ മാത്രം ഞാൻ ജസ്റ്റ് പറയാം, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് സിലബസിൽ ആവശ്യമുള്ളതല്ല. പിന്നെ ഒരു ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്നതാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പറയാൻ എന്ന് പറഞ്ഞു. വൈ ഇറ്റ് ഇസ് സോ? അതായത് ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ സേ ഇപ്പോ 123 എന്നാണ് നമ്മുടെ നമ്പർ എങ്കിൽ 123 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണ്? 100 പ്ലസ് 23 ആണ്. ഇപ്പൊ 523 എന്ന് തന്നാൽ അത് എന്താണ്? 5 into 100 പ്ലസ് 23 ആണ് അല്ലെ? പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങൾ LP ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 523 എന്ന് പറഞ്ഞാൽ 5 into 100 പ്ലസ് 2 into 10 പ്ലസ് 3 എന്നാണ് എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി വലിയ നമ്പർ എടുക്കാം നമുക്ക്. സേ 2324 ഇതാണ് നമ്പർ എന്ന് വിചാരിക്കുക. ഈ 2324 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 1000 പ്ലസ് 3 into 100 പ്ലസ് 2 into 10 പ്ലസ് 4 ആണ്. ഇങ്ങനെ നമ്മൾ സ്കൂളിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറുണ്ട്. അപ്പൊ ഈ സം ഡിവിസിബിൾ ബൈ 4 ആണോ എന്നാണ് ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. 100 ഡിവിസിബിൾ ബൈ 4 ആണ്. 100 by 4 25 നമുക്കറിയാം. അപ്പൊ 100 ഡിവിസിബിൾ ബൈ 4 ആണ്. 100ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 1000, 10,000, lakh, 10 lakh, വാട്ട് എവർ ഇറ്റ് മേ ബി, അതെല്ലാം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സം ആക്കി എഴുതിയിരിക്കുന്നതിലെ ഇൻറ്റു 100 ഇൻറ്റു 1000 എന്നൊക്കെ വരുന്ന പോർഷൻ എന്തായാലും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് അവസാനത്തെ എന്ത് മാത്രം നോക്കിയാൽ മതി? ഒരു എക്സ് ഇൻറ്റു 10 പ്ലസ് വൈ എന്ന് വരുന്നുണ്ടാവും. അതായത് അവസാനത്തെ 2 ഡിജിറ്റ് എക്സ് വൈ എന്ന് വരുന്ന ആ പോർഷൻ, അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്പർ ഡിവിസിബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷന്റെ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സീവ് ഓഫ് ഇറാത്തോസ്തെനസിൽ ഒരു കാര്യവും കൂടി പുള്ളി പറഞ്ഞിരുന്നു, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് 7ന്റെ മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്തു, അതിനുശേഷമുള്ള മൾട്ടിപ്പിൾസ് ഒന്നും ക്യാൻസൽ ചെയ്തില്ല. പിന്നെ നേരെ ബാക്കി നിൽക്കുന്ന നമ്പേഴ്സിനെ സർക്കിൾ ചെയ്ത് പ്രൈം ആണെന്ന് പറയുകയാണ് ചെയ്തത്. അതെന്താ? ഇപ്പോ 7 കഴിഞ്ഞ് 8, 9, 10 ടെസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം ക്ലിയർ ആണ്. 8 കോമ്പോസിറ്റ് നമ്പർ ആണ്, അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾസ് ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സെയിം ഫോർ 9 and 10. 9ഉം 10ഉം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾസ് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ 11ന്റെ മൾട്ടിപ്പിൾസ് അത് ക്യാൻസൽ ചെയ്യാന്നുള്ള ഒരു സ്റ്റെപ്പ് ചെയ്തില്ലല്ലോ. ഇപ്പൊ 11ന്റെ വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് 100നുള്ളിൽ ഉണ്ടായിക്കൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ 11 ചെക്ക് ചെയ്യാത്തത്? അത് ദാറ്റ് ഈസ് എ പോയിന്റ് ടു ബി നോട്ടഡ്. 11ന്റെ മൾട്ടിപ്പിൾസ് 22, 33, 44 നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണാം. ഇതിന്റെ കാരണം 100 വരെയുള്ളത് എടുത്തിട്ടാണ് നമ്മൾ അരിച്ചത് അല്ലെ? സീവിൽ ഇട്ടത് 100 വരെയുള്ള നമ്പേഴ്സ് ആണ്. ഈ 100 വരെയുള്ള നമ്പേഴ്സ് ഇടുമ്പോ 100 is equal to 10 സ്ക്വയർ. 10ന്റെ സ്ക്വയർ ആണ്, 10 സ്ക്വയർ ആണ് 100. ഓക്കെ, അപ്പൊ 100നെ ഞാൻ 2 ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 100 ഈക്വൽ ടു 10 into 10 ആണ് ഒരു പോസിബിലിറ്റി. അല്ല എങ്കിൽ 100നെ എനിക്ക് എങ്ങനെ എഴുതാം? 5 into 20 അങ്ങനെയൊക്കെ എഴുതാം അല്ലെ? അങ്ങനെ പല രീതിയിൽ ഞാൻ 100നെ മൾട്ടിപ്പിൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഫാക്ടർ ഗ്രേറ്റർ ദാൻ 10ഉം ഒരു ഫാക്ടർ ലെസ് ദാൻ 10ഉം ആയിരിക്കും. കാരണം 10 into 10 ആണ് 100.
ഒരു നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണോ അത് 10 into 10 സ്ക്വയർ റൂട്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് ആണ് ആ നമ്പർ. വേറെ രീതിയിൽ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ കൂട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റേ ഫാക്ടർ കുറച്ചേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ സ്ക്വയർ റൂട്ട് ഉണ്ട് സ്ക്വയർ റൂട്ട് അതൊരു ഐഡിയൽ സിറ്റുവേഷൻ. അതല്ലാത്തൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫാക്ടറിനെ ഞാൻ കൂട്ടുമ്പോൾ മറ്റേ ഫാക്ടർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്താണോ അതിന്റെ താഴോട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുകളിൽ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെയും ഒരു ഫാക്ടർ ഉണ്ടാവും. അപ്പൊ 100 വരെയുള്ള നമ്പേഴ്സിന്റെ ഫാക്ടർ ടെസ്റ്റ് ചെയ്യാനായിട്ട് 100ന്റെ സ്ക്വയർ റൂട്ടിന് താഴെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പർ ആണെങ്കിലോ സേ 110 ഇത് പ്രൈം ആണോ അല്ലയോ എന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിലോ 110ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 110ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 100 ആണ്. അപ്പൊ 100ന്റെ സ്ക്വയർ റൂട്ട് 10 വരെയുള്ള നമ്പേഴ്സ് 110നെ ഡിവൈഡ് ചെയ്യുമോ എന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അതിനുള്ളിൽ നമുക്കത് പ്രൈം ആണോ അല്ലയോ എന്ന് കിട്ടും. കാരണം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഫാക്ടറെങ്കിലും ഈ പറയുന്ന സ്ക്വയർ റൂട്ടിന് താഴെയായിരിക്കും. 110ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കിയിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറയുന്നത്. അപ്പൊ അത്രയും ടെസ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് 229 എന്നുള്ള നമ്പർ ആണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് ആണ്. അപ്പൊ 229 എന്നൊരു നമ്പർ തന്നിരിക്കുന്നു. ഇത് പ്രൈം ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണം? 1 മുതൽ 228 വരെയുള്ള 1 വേണ്ട, ഓഫ് കോഴ്സ് 2 മുതൽ 228 വരെയുള്ള എല്ലാ നമ്പേഴ്സും എടുത്തിട്ട് അതെല്ലാം കൊണ്ട് 229നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇറ്റ് ഇസ് എ ടീഡിയസ് ടാസ്ക്. എന്തോരം നമ്പേഴ്സ് എടുത്ത് നോക്കേണ്ടി വരും അല്ലെ. പക്ഷെ ആക്ച്വലി നമുക്ക് 229 പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അത്രയും ഈ 227 നമ്പേഴ്സും എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 229ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. 229ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 225. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ 229ന്റെ റൂട്ട് നോക്കുക. അപ്പൊ 15 പോയിന്റ് എന്ന് കിട്ടും. 15 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. അപ്പൊ 15ന്റെ സ്ക്വയർ നോക്കുക 225. അതാണ് അതിന്റെ ഒരു ഐഡിയ, തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ. അപ്പൊ 225 ആണ് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ റൂട്ട് 15 ആണ്. അപ്പോൾ 15ന് താഴെയുള്ള നമ്പേഴ്സ് 15 ഓർ ബിലോ ദാറ്റ് ഉള്ള നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി.